ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാല് പൈശാചിക ശക്തികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ 2 ഞാൻ ചെയ്തു. ഒന്ന് ചാത്തൻ സേവ, ഒന്ന് കൈവശം. 2 കൂടിയുണ്ട്, മന്ത്രവാദവും കൂടോത്രവും. അത് രണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ ആണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ, കാണാതിരിക്കരുത്. കാരണം ഇതൊന്നും നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടത്തില്ല. ഇതൊന്നും ഒരാളിൽ നിന്നും കിട്ടത്തില്ല. ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ബൈബിളിലുള്ളതാണ്, അല്ല ഞാൻ ഉണ്ടാക്കി വെച്ചതല്ല. അതായത് ചാത്തൻ സേവ, മന്ത്രവാദം, കൂടോത്രം, കൈവിഷം, ഇത് 4 ബൈബിളിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ ഇത് പ്രാവർത്തികമാകും, നമ്മൾക്ക് എങ്ങനെ ഭരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു 2. അതായത് ചാത്തൻ സേവയുടെ കാര്യം ഞാൻ പറഞ്ഞു, കൈവിഷവും പറഞ്ഞു. നിങ്ങൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്ക്. അതായത് ഈ കൂടോത്രവും മന്ത്രവാദവും 2. പക്ഷെ അത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ അത് ചെയ്ത് തീർക്കാവുന്ന കേസേ ഉള്ളൂ. ഒന്നിച്ച് തന്നെ അത് 2 ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ കൂടോത്രം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊരു വലിയ സാധനം തന്നെയാണ്. അത് ഈ കൂടോത്രത്തിനകത്ത് ചിഹ്ന ഉള്ളത് പലരും ചെയ്തു വെക്കുന്നത് എങ്ങനെയാണ്, ചെമ്പ് തകിട്, അതിലാണ് ഈ പൈശാചിക ശക്തിയെ കയറ്റണത്. ചെമ്പ് തകിട്, മുടി, നഖം, പല്ല്, അങ്ങനെ കുറേ വിഭവങ്ങളുണ്ടാകും. അതൊക്കെ കൂടി ഈ മന്ത്രവാദി പൂജിച്ച് അതിനകത്തേക്ക് ആ പൈശാചിക ശക്തിയെ കയറ്റിയിട്ട് അത് അടച്ച് മൂടിക്കെട്ടി ആളിനെ കൊടുത്തിടും. എന്നിട്ട് ഇത് കൊണ്ടുപോയി നമുക്ക് ആർക്കാണ് ചെയ്യേണ്ടത് അവരുടെ വീട്ടിലോ പറമ്പിലോ കടയിലോ ഒക്കെ കൊണ്ടുവയ്ക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ കയറി വരും. അവർ നശിച്ചു പോരും. അതാണ് അതിൻ്റെ പ്രത്യേകത. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഈശോ എന്നെ ഈ മിനിസ്റ്ററി ആയിരുന്നു എനിക്ക് തന്നത്. പക്ഷെ അതിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഡിവൈനിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഡിവൈനിൽ അവിടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്, ഒരു ഗസമിന് ഒരു പ്രാർത്ഥന ആലയമുണ്ട്. ഞാൻ അതിനകത്ത് ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാൻ നേരത്ത് ഈശോ എനിക്കിത് കാണിച്ചു തരാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കൂടോത്രം കാണുന്നത്. ഇങ്ങനെ ഒരു ഡപ്പിക്കകത്ത് പല്ല്, നഖം, തകിട്, മുടി, പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് അടച്ച ഒരു സാധനം അത് ഒരു വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പം ആ വീടിൻ്റെ ഉടമസ്ഥ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അറിയുന്നതാണ്. എന്നോട് പറഞ്ഞ് നീ പോയി അത് എടുക്കണം പറഞ്ഞു. അപ്പോൾ എന്നെ ഇതൊക്കെ എല്ലാം കാണിച്ചു തന്നിട്ട് നീ പോയി എടുക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ്, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പോയി എടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ പോയി കേട്ട വഴി കേൾക്കാത്ത മതി എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് സഞ്ചിക്കകത്താക്കി വെച്ചിട്ട് ഞാൻ വിട്ടു പോയി. ഞാൻ അവിടെ ചെന്നു. അവരൊക്കെ ഇട്ടിങ്ങനെ അവരെനിക്കറിയാവുന്നതാണ്, അവർക്ക് എന്നെ അറിയാവുന്നതാണ്. ഞങ്ങളിങ്ങനെ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് കുഞ്ഞെന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വന്നത് ഇവിടെ ഒരു സ്ഥലത്ത് ഒരു സാധനം, ഒരു കൂടോത്രം ഇരിപ്പുണ്ട്, അത് അറിയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എവിടെ കൂടോത്രം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കണേ, അത് എവിടെയാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഇവിടെ അങ്ങനെയൊന്നുമില്ല,
നീ എന്നെ പറയണേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ച പേർക്ക് വേറെയാണ്. ഞാനതിന് മറുപടി ഒന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞ ആ സാധനം ഞാൻ എടുക്കാൻ വന്നതാണ്, എനിക്കത് അറിയണമെന്ന് പറഞ്ഞു. ഇങ്ങനെ സാധനം ഉണ്ട് അറിയണം എന്ന് പറഞ്ഞു. അവസാനം പിന്നെ തർക്കമായി. കുറച്ച് കഴിയുമ്പോൾ അപ്പം ഈശോയോട് ചോദിച്ച് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞ് അപ്പോൾ ഇവർക്കൊരു പ്രത്യേകത, ഇവർക്ക് മുട്ടുകുത്താൻ പറ്റില്ല. അപ്പം നീ അവർക്ക് മുട്ടുകുത്താനുള്ള സൗകര്യം ചെയ്ത് കൊടുത്താൽ പറയാമെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് മുട്ടുകുത്താനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം, നിങ്ങളുടെ കാല് മുട്ടുകുത്താനുള്ള സൗകര്യം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഞാൻ പ്രാർത്ഥിച്ചാൽ മുട്ടുകുത്താൻ പറ്റില്ലെന്ന്. കാരണം അവരുടെ മുട്ടിന് വേദന, മുട്ട് നടക്കാൻ പറ്റാത്തതായിട്ട് വർഷങ്ങളായി. അപ്പം എന്നെക്കാളൊക്കെ മുമ്പ് അവർ പ്രാർത്ഥന ജീവിതത്തിലേക്ക് വന്നവരാണ്. അപ്പോൾ ഒരിക്കലും അവർക്കറിയാം ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കില്ലെന്ന്. അപ്പോൾ അവരെന്ത് പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ നീ കുഞ്ഞ് പ്രാർത്ഥിക്ക്, എൻ്റെ മുട്ട് കുത്താൻ പറ്റുമെങ്കിൽ ഞാനിത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശ്വരനോട് പറഞ്ഞു, ഇതാണ് സമയം, നീ ആ കാലിൽ വെച്ച് കൈ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുട്ടുകാലുമ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്താൻ പറഞ്ഞാൽ ദേ കിടക്കുന്ന താഴേക്ക് വെട്ടിവലിച്ച് വീണ്. അപ്പോഴേക്കും ബഹളമായി, ഒച്ചപ്പാടായി. ഭർത്താവുണ്ട്. രണ്ടുപേരും കൂടി എന്നെ, എൻ്റെ എന്നത്തെ തടി ഉള്ളത് കൊണ്ട് എന്നെ തല്ലിയില്ലെന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എന്തിനാ വെറുതെ എന്നെ കൊണ്ട് ഇവരെ തെറിയാൻ കേൾപ്പിക്കണേ. പിന്നെ ഈശോ പറഞ്ഞ് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യണം, നീ ഒരു കാര്യം, നിൻ്റെ കയ്യെ പിടിച്ചിട്ട് അവരോട് മുട്ടുത്താൻ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് എൻ്റെ കയ്യെ പിടിച്ചോ, എന്നിട്ട് മുട്ടുകുത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു പേടി. അവർ പക്ഷേ എന്തോ ഞാൻ പറഞ്ഞതിൻ്റെ ഇത് ബേസ് വെച്ചിട്ട് അവർ ചെയ്തു. കയ്യെ പിടിച്ച് അവർ മുട്ടുകുത്തി. എഴുന്നേക്കാൻ പറഞ്ഞു. ഇനി കയ്യെ പിടിക്കേണ്ട, മുട്ടുകുത്താൻ പറഞ്ഞു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം എഴുന്നേപ്പിച്ച് മുട്ടൊക്കെ ശരിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ആ സ്ഥാനം പറയാൻ പറഞ്ഞു, എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് കയറി വന്ന ആ നടയുടെ അടിയിൽ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് കുഞ്ഞെടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് പേടിയാണ്, എനിക്കത് പേടിയായിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, പള്ളിയിലെ വികാരി അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് എടുപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ഒട്ടും സമ്മതിക്കുകയില്ല. അവർ പള്ളിയൊക്കെ ആയിട്ട് ഭയങ്കര അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ അവർ തന്നെ ഇങ്ങനെ ഈ സാധനം കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ഇത് പോവില്ലേ. അതുകൊണ്ടത് അവർ സമ്മതിച്ചില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കൊച്ചെടുക്കാമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിട്ടു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. പിന്നീടാണ് എനിക്ക് ഇതിനെ കാണാനുള്ള, അതായത് ഏത് വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിലും അതിനെ കാണാനുള്ള ഒരു കൃപ ഈശോ എനിക്ക് തന്നു. എന്നിട്ട് എനിക്കൊരു പ്രാർത്ഥനയും, ഒരു കപ്പച്ചനച്ഛൻ, ഒരു വയസ്സായ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എപ്പോൾ ഡിവൈനിൽ വന്നാലും എന്നെ വിളിക്കും, അല്ലെങ്കിൽ വന്നേക്കാളും വിളിക്കുകയാണ്. ഞാനിങ്ങനെ ആരെ വരുന്നുണ്ട്, നീ അന്ന് ലീവ് എടുത്ത് വരാൻ പറയും. അപ്പം ഞാൻ അന്നത്തെ ദിവസം ലീവ് എടുത്ത് ഞാൻ പോകും. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു. ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം നടന്നു, എന്നെ ഈശോ ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ സാധനം കാണിച്ചു തന്നു. അപ്പം അച്ഛനറിയാം എനിക്ക് ഈശോനോട് സംസാരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനറിയാമെന്നാണ്. അവർ നീ വല്ല വീട്ടിൽ ചെന്നുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം വല്ല പറയൂട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, ഈശോ കാണിച്ചു തന്ന വീട്ടിൽ ഞാൻ പോയിരുന്നു, എനിക്കറിയാവുന്ന ഒരാളായിരുന്നു. അവിടെ ചെന്നപ്പം ഇതിങ്ങനെ ഞാൻ ചോദിച്ചു, അവസാനം അത് സമ്മതിച്ചു. അപ്പോൾ ഞാൻ എടുത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞു, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1 മണിക്കൂറോളം എന്നെ അച്ഛൻ മുട്ട് തീർത്തിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി, ഒരു പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച് പറഞ്ഞ് ധൈര്യമായിട്ട് ഇനി എടുത്തോളാൻ പറഞ്ഞു. ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. നിനക്കൊന്നും സംഭവിക്കാതെ നിനക്കത് എടുക്കാമെന്ന് പറഞ്ഞു. അതിനെല്ലാം നിനക്ക് ഇനി അത് കാണുകയും ചെയ്യാം. അപ്പം അതിനുശേഷം പിന്നെ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പം എനിക്ക് പിന്നെ ഇത് എവിടെ ഇരിക്കുന്നാലും, ഏത് വീട്ടിൽ ചെന്നാലും എനിക്ക് ആ പറമ്പിൽ കാല് കുത്തുമ്പോൾ എനിക്കറിയാം ഈ സാധനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ആ വീട്ടിൽ, ആ പറമ്പിൽ എവിടെ ഈ സാധനം ഉണ്ടോ അതെനിക്ക് കാണാൻ പറ്റും. ഞാനത് ഇപ്പോഴും, ഞാൻ ആദ്യം കണ്ട ആ സാധനം ഇപ്പോഴും ആ വീട്ടിൽ ഇരിപ്പുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് എടുത്തു തുടങ്ങിയതാണ്. അപ്പോൾ കുറേ വീടുകളിൽ നിന്ന് ഞാനത് എടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ. പക്ഷെ പിന്നെ അത് അവർക്ക് ഈ സാധനം ഇങ്ങനത്തെ സാധനം ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. അതുകൊണ്ട് അവർക്ക് പേടിയാണ് കാര്യത്തിൽ.
പിന്നെ ഞാനത് എടുക്കുകയല്ല. ഞാനത് അതിനകത്ത് സ്ഥലത്ത് തന്നെ വെച്ച് അതിനെ ഇല്ലാണ്ടാക്കി കളയാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വലിയൊരു കൃപ ഈശോ എനിക്ക് തന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു പെരുത്ത് വീടുകളിൽ നിന്ന് കടകളിൽ നിന്ന് നോക്കി ഈ സാധനം ഞാൻ എടുത്ത് നശിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു പൈശാചിക ശക്തിയാണ്. ഇത് ആദ്യം നമ്മുടെ വീട്ടിലിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാകത്തില്ല, ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല, എന്നും നാശമായിരിക്കും. ഇത് നമ്മളുടെ എതിരുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ഇപ്പം ആദ്യം പറഞ്ഞ കേസ്, അത് അവർ വേറൊരാൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പം അവരതിനൊരു തടയിടാൻ ചെയ്ത പണിയാണ്. അതില്ലാത്തതായാലും അവരുടെ വീട്ടിൽ സാധനം കൊണ്ട് കാശ് കൊടുത്ത് അവർ മേടിച്ച് വെച്ചു, അത്രേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു തകർച്ചകളൊക്കെ വരുമ്പം, അല്ലെങ്കിൽ രോഗമോ തകർച്ചയോ ഒക്കെ വരുമ്പം അവർ ഓടിച്ചെന്ന് ഈ മന്ത്രവാദിയുടെ അടുത്തേക്കല്ലേ. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, അതിനൊരു ഇത് ഞാൻ ചെയ്തു തരാം, അതുകൊണ്ട് കുഴിച്ചിട്ടോ കുഴപ്പമുണ്ടാവില്ല. ഞാൻ ആദ്യം പോയ വീട്ടിൽ ഒരു 2 പേർക്ക് മാനസിക രോഗമാണ്. മനസ്സിലായില്ലേ? 2 പേർക്ക് മാനസിക രോഗമാണ് ഞാൻ ആദ്യം പോയ സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ പോയി കൊണ്ടുവയ്ക്കുന്ന സാധനം ഇല്ലാത്ത സ്ഥലത്ത് ആവശ്യമുള്ള ഇങ്ങനത്തെ സംഭവം ഇല്ല എങ്കിൽ, പക്ഷെ അവർ പോയി അവരുടെ കാശ് കൊടുത്ത് മേടിച്ച് അവർ വീട്ടിൽ വയ്ക്കും. അതെ, അങ്ങനെ എത്ര കുടുംബങ്ങളിലാണെന്നറിയുമോ? ഒരുപാട് കുടുംബങ്ങളിലുണ്ട്. ഒരിക്കൽ എന്നെ വിമർശിച്ച ഒരു അച്ഛനാണ്. അച്ഛൻ പറയും, ഇതൊക്കെ വെറുതെ പറഞ്ഞാൽ ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഇതൊന്നും തൊടാൻ പറ്റില്ല, അതിനെ കാണാൻ പറ്റത്തില്ല, ഞങ്ങൾ വൈദ്യർക്ക് പോലും ഞങ്ങൾക്കത് എടുക്കാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെ ഇവനെടുക്കണേ. അങ്ങനെ ഒത്തിരി വിമർശനമൊക്കെ നടത്തിയൊരു അച്ഛനാണ്. അച്ഛൻ്റെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, രാജു ഒന്ന് വരാൻ പറഞ്ഞു. ചില പേരും ഞാൻ പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. വരാൻ പറഞ്ഞ് ഞാൻ ചെന്നു, പള്ളിമുറി ചെന്നു. അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛനോട് പറഞ്ഞ്, ഞാൻ രാജുവിനെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്നുമില്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞാണ്, അത് അങ്ങനെ എടുക്കാനും പറ്റത്തില്ല, അങ്ങനെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എന്നെ. പക്ഷേ എനിക്കിപ്പോൾ ഒരു ആവശ്യം വന്നു, അതുകൊണ്ട് രാജു എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ എന്നെ സഹായിക്കാനാ, എന്തൊക്കെ കാര്യം എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു പെങ്ങളുണ്ട്, വലിയ വീടൊക്കെയാണ്, പഴയ വലിയ തറവാടാണ്, പെങ്ങളുണ്ട്. ആ പെങ്ങളുടെ കല്യാണം എന്ത് നടക്കില്ല. അപ്പം ഒരു പ്രാവശ്യം മനസ്സമ്മതം കഴിഞ്ഞു, അത് പോയി. പിന്നെ ഒന്ന് കല്യാണത്തിൻ്റെ അടുത്തെത്തി, അത് പോയി. ഒത്തുകല്യാണത്തിൻ്റെ സമയത്ത് വന്നപ്പം അതും പോയി. അങ്ങനെ പലതിങ്ങനെ വന്ന് മാറി പോവുകയാണ്. അപ്പോൾ അതിന് അതെന്താണെന്ന് അറിയണം. രാജു ഒന്ന് പ്രാർത്ഥിച്ചാൽ അതറിയത്തില്ലെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അച്ഛനോടി അച്ഛൻ്റെ വണ്ടിയിൽ വീട്ടിൽ പോവാണ്. അവിടെ ചെന്ന് കയറി കഴിയുമ്പം ആ മുറ്റത്ത് കാല് ചവിട്ടിയപ്പോഴേ സാധനം ഞാൻ കണ്ടു. അപ്പം ഞാൻ അച്ഛനോട് പറയാനൊന്നും പോയില്ല. അപ്പോൾ ഇത് വെച്ച ആളെയും നമുക്ക് കാണാൻ പറ്റും. ഈ സാധനം കൊണ്ടുവന്ന് വെച്ച ആളെ നമുക്ക് ഈശോ കാണിച്ചു തരും. അപ്പം വെച്ച ആളെ എനിക്ക് കണ്ടു. അച്ഛനോടൊന്നും പറയും, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ കയറി കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കാപ്പി വേണ്ട, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ഞാൻ പറയുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ്റെ വീട്ടിലെ അച്ഛൻ്റെ അച്ഛനും ചാച്ചനും അമ്മയും പെങ്ങന്മാരും കുറേ പേരുണ്ടായിരുന്നു. അവർ കുടുംബത്തിലെ ചേട്ടനിമാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ എല്ലാം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പയ്യ അച്ഛനെ വിളിച്ചു എഴുന്നേൽപ്പിച്ചു. എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. നിങ്ങളിവിടെ നിന്നാൻ പറഞ്ഞു. വാതിലൊക്കെ അടച്ചു, എല്ലാവരും വാതിലും ഞെല്ലൊക്കെ അടച്ച് അവരെന്നെ തിരുത്തി പുറത്തേക്ക് കൊണ്ടുവന്ന് ഞാനും അച്ഛനും പുറത്തേക്ക് വന്നു.
വന്നപ്പോൾ ഞാനൊരു വട്ടം വരച്ചിട്ട് കൊടുത്തു ഒരു സ്ഥലത്ത്. കാര്യമൊന്നും പറയാൻ പോയില്ല, വട്ടം വരച്ചിട്ടു. വട്ടം വരച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ്, അച്ഛാ ഒരു തൂമ്പെടുത്തുണ്ടാകാൻ പറഞ്ഞു. അച്ഛനെ അറിയാവുന്നതാണല്ലോ. അച്ഛൻ പോയി അപ്പുറത്ത് ഒരു ചെറിയ തൂമ്പെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് കൊത്താൻ പറഞ്ഞു. ഒരു 3 കൊത്തേ കൊത്താൻ പാടുള്ളൂ. കൊത്തി ആ മണ്ണ് കൊണ്ട് മാറ്റാൻ പറഞ്ഞു. അച്ഛൻ പയ്യെ 3 കൊത്ത് കൊത്തി. അപ്പോൾ അച്ഛൻ പറഞ്ഞ് അതെന്താ കാര്യം എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സാധനം കാണിച്ചു തരാം, അച്ഛനത് ചെയ്യാൻ പറഞ്ഞു. അപ്പം അച്ഛൻ 3 കൊത്ത് കൊത്തി ആ മണ്ണ് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. എന്നിട്ട് ഞാൻ പിന്നെ അത് കൈകൊണ്ട് മാന്തി ഈ സാധനം ഞാൻ പൊക്കിയെടുത്തു. പൊക്കിയെടുത്ത് കഴിയുമ്പം അച്ഛൻ്റെ കണ്ണുകളിപ്പോയി. ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല, എനിക്ക് ആ വീടായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ ആ വീട് കണ്ടിട്ടുമില്ല. അപ്പം അച്ഛൻ ചോദിച്ചു ഇത് ഭയങ്കര അതിശയമാണല്ലോ, ഇതാരെ വെച്ചേക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെച്ച ആളെ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ രാജു ഒന്ന് എനിക്കൊന്ന് അറിയാനും, അത് വേറെ ഒന്നിനല്ല, ഇതാരെ ഇവിടെ കൊണ്ട് വെച്ചതെന്ന് അറിയണ്ടേ. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പറയില്ല. ഇപ്പം ഞാൻ എന്നിട്ട് അത് എടുത്തിട്ട് ഒരു കടലാസ് മേടിച്ച് ആ കടലാസിൽ അത് പൊതിഞ്ഞ് പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ കയ്യിൽ വെച്ച് ഞാൻ അതിൻ്റെ ശക്തിയെ നമ്മൾ ഇല്ലാണ്ടാക്കി കളയും. ആ കൂടോത്രത്തിലിരിക്കുന്ന ആ പൈശാചിക ശക്തിയെ നമ്മൾ ഇല്ലായ്മ ചെയ്ത് കളയും, എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. എടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്ന് വണ്ടിക്കകത്ത് വെച്ച് പോന്നപ്പം അച്ഛനോട് വെച്ച് ഇതന്നെ എൻ്റെ സംഭവം ആരാ ചെയ്തേക്കെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ ചാച്ചനാണ് ചെയ്തത്. ചാച്ചൻ അങ്ങനെ ചെയ്യത്തില്ല, ചാച്ചൻ ഭയങ്കര വിശ്വാസിയാണ്, ദിവസം പള്ളി പോകുന്ന ആളാണ്, ആനയാണ് പൂനെയാണ്. ഞാൻ പറഞ്ഞില്ല. അതായത് ഈ പെങ്ങളുടെ കല്യാണം മകളുടെ കല്യാണം നടക്കാൻ വന്നപ്പം ചാച്ചൻ ഭയങ്കരമായിട്ട് ടെൻഷനായി കഴിഞ്ഞപ്പം എന്ത് ചെയ്ത് ആരോ ഒരാൾ പറഞ്ഞ് ഇന്ന ഒരു സ്ഥലത്ത് നമുക്കൊന്ന് പോയി നോക്കാം, അവിടെ ചെന്നാൽ ഇതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു. മനസ്സോടെ മകളുടെ കാര്യം എൻ്റെ ചാച്ചൻ വിട്ടു പോയി. അവിടെ ചെന്നപ്പം അവർ നിർബന്ധിച്ച് അവർ പറഞ്ഞ് നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കുഴിച്ചിടുക, കല്യാണം നടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാവം അത് കൊണ്ട് വെച്ചത്. ഞാൻ നിരപരാധിയാണ്, അങ്ങനെ കാര്യത്തിൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മകളുടെ മനസ്സമ്പ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രിയാണ് ഒരു കല്യാണം മറങ്ങിപ്പോണേ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം ആ അപ്പച്ചനത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അത് ഒരിക്കലും അങ്ങ് ചെയ്യത്തില്ലായിരുന്നു. കാരണം അത്രയും വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഉള്ള കുടുംബമായിരുന്നു അത്, അച്ഛനൊക്കെ ഉള്ള കുടുംബമല്ലേ. അപ്പം അങ്ങനെ ആ സാധനം ഇവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം ഇതൊന്നും നടക്കുകയില്ല. അപ്പോൾ അച്ഛൻ അന്നൊരു കാര്യം എൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഞാൻ രാജുവിനെ കളിയാക്കിയിട്ടുണ്ട്, എനിക്കിതിനകത്ത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം രാജു ആദ്യമായിട്ട് ഈ വീട് കാണുന്നു, ഈ വീട്ടിൽ വരുന്നു, അവിടുന്ന് ഒരു വട്ടം വരയ്ക്കുന്നു, കുഴി വെട്ടാൻ പറയും, ആ മണ്ണ് മാറ്റാൻ പറഞ്ഞു, മണ്ണ് മാറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ചെറിയ ഡപ്പ അതിരിക്കുന്നു. ഞാനത് തുറന്ന് കാണിച്ചു കൊടുത്തു അച്ഛനാ. വണ്ടിക്കകത്ത് വെച്ച് ഞാനത് എടുത്ത് തുറന്ന് ആ സാധനമെല്ലാം കാണിച്ചു കൊടുത്തു. കാരണം അതിനകത്തുള്ള സാധനത്തെ ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ അതേപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് വീടുകളിൽ ഈ സാധനം ഇരിപ്പുണ്ടായിരുന്നു. ശരിയല്ലേ? അതിനെ ഇല്ലായ്മ ചെയ്ത് ഒഴിവാക്കി കളയുകയാണ്. കാരണം അതൊരു ഒരു പൈശാചിക ശക്തിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ആ 2 വീഡിയോയിലും പറഞ്ഞു, ഈ ചാത്തൻ സേവയിൽ ഉപയോഗിക്കുന്നതും കൈവിഷത്തിൽ ഉപയോഗിക്കുന്നതും ഈ പൈശാചിക ശക്തി. അതായത് അത് തന്നെയാണ് നമ്മുടെ ഈ കൂടോത്രത്തിലും മന്ത്രവാദത്തിലും ഒക്കെ വയ്ക്കണേ. കാരണം നമ്മുടെ ഭൂമി ജീവിച്ച് മരിച്ച് പാപം ചെയ്ത് ജീവിച്ച് മരിച്ച ആ ആത്മാവിനെ ഈ മന്ത്രവാദികൾ പിടിക്കും, അത് അവരുടെ കസ്റ്റഡിയിലാക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെല്ലുമ്പം അവരത് എന്ത് ചെയ്യും, അതിനെ പിടിച്ച് കയറ്റി നമുക്ക് തരും. ആ വസ്തുവിൽ കയറ്റി വിട്ടിട്ടാണ് നമുക്ക് തന്നെ, അതിനാണ് കൂടോത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം ഒരു വഴിക്കാണ്, നമ്മൾ സേവിക്കുന്നത് വേറൊരു സാധനത്തിന്. കർത്താവിലാണ് വിശ്വസിക്കുന്നത് പറയുകയും ചെയ്യും, സേവിക്കുന്നത് വേറൊരു ശക്തിയാണ്.
ഇത് ഒരുപാട് വീടുകളിലുണ്ട്, പല വീടുകളും. ഇപ്പോൾ എത്രയോ വീടുകൾ വിൽക്കാൻ അവർ നശിച്ച് വിൽക്കാനായിട്ട് പോവാണ്. നമ്മളതൊന്ന് എൻ്റെ അറിവിലുണ്ടെങ്കിൽ ഞാനതെല്ലാം ഒഴിവാക്കി കൊടുക്കും. ഒരു വീടും വിൽക്കാൻ പാടില്ല, ഒരു വീടും വിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനം ഒരു ചെറിയ സാധനമല്ല. പണ്ടൊരു പുള്ളി ഇങ്ങനെ പറഞ്ഞ അതിന് ഈ പാകിസ്ഥാനായിട്ടുള്ള തർക്കത്തിന് പാകിസ്ഥാനെതിരെ ഒരു കൂടോത്രം ചെയ്താൽ പ്രശ്നം തീരില്ലെന്ന് ചോദിച്ചു. അതൊക്കെ അവർക്ക് അറിയില്ലാണ്ട് പറഞ്ഞു പോണതാണ്. അവരുടെ അറിവുകേട് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. മനസ്സിലായോ? ഇത് ഞാൻ പറയുന്നതിന് ഇതൊന്നുമല്ല, ഇതിന് ഒരുപാടുണ്ട്. ഒരിക്കൽ ഞാൻ തൊടുപുഴ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു പുള്ളി എല്ലാ മാസവും വരും. അപ്പോൾ ഒരു മാസം വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കൗൺസിലിംഗ് വന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആരാ സാറേ, എൻ്റെ പെങ്ങൾക്ക് ഒരു അസുഖമുണ്ട്. അതായത് അളിയനും പെങ്ങളും എപ്പോൾ ശാരീരികമായിട്ട് ബന്ധപ്പെടണോ അന്നേരം അവരുടെ മേത്ത് ചെതമ്പൽ മാറി പൊങ്ങും, രണ്ടുപേരുടെ മേത്ത്. പിന്നെ അവർ ആശുപത്രിയിൽ കിടന്ന് 2 ദിവസം പോയി കിടന്നതിന് ശേഷമാണ് അത് മാറി തിരിച്ചു വന്നെ വീട്ടിലേക്ക്. അപ്പോൾ സാർ അതൊന്ന് നോക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കാരണം അവർ പുറത്തായിരുന്നു, ഇന്ത്യക്ക് വെളിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് TR അടിച്ച് പോന്നേക്കണതാണ്. അവിടുത്തെ ജീവിതം മതിയാക്കി ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ ആ വഴി പോകുന്ന സമയത്ത് ഞാൻ ഇയാളെ വിളിച്ചു പറയാം. ഇയാൾ അത് അന്ന് നിൽക്കുക, ഞാൻ വിളിച്ചാൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്നാൽ മതി, ഞാൻ വരാം, വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ പോയി അവിടെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അതുപോലെ പുള്ളിയെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്നോ നമുക്ക് എൻ്റെ വണ്ടിയിൽ കയറി പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇയാളുടെ അടുത്ത് ചെന്ന് ഇയാളുടെ അടുത്ത് ഈ പുള്ളി എന്നോട് പറഞ്ഞു, സാറേ അവർ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അതിനെ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞാണ്, പക്ഷേ രാത്രി അവർ ബന്ധപ്പെട്ടു, വെറുതെ ഈ സാധനം കയറി പിടിച്ചു, ആശുപത്രിയിൽ പോയി. ഞാൻ പറഞ്ഞു, ഇയാളുടെ കാര്യം ചെയ്യുക, എനിക്ക് വേറെ സ്ഥലത്ത് പോകണം, ഞാൻ അത് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പം നിങ്ങൾ പെങ്ങളെയും അളിയനെയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരിക, എന്താണെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽക്ക്, ഞാൻ വരുമ്പോൾ നമുക്കത് കയറി, എനിക്ക് വീടൊന്നും അറിയത്തില്ല, നമുക്ക് കയറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പോയി കഴിഞ്ഞ് വന്നപ്പം ഇയാളോട് നിൽപ്പുണ്ട്, ഞങ്ങൾ തിരിച്ച് ഇയാളെയും കയറ്റി അവരുടെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ ചെന്ന് ഞാൻ ആ വീട്ടിലേക്ക് കയറി, ആ വീട്ടിൽ ആ പറമ്പിലേക്ക് ഗേറ്റ് തുറന്ന് ഞാൻ കാല് കുത്തിയപ്പോഴേ ഈ സാധനം ഇരിക്കണം കണ്ടു. ഈ സാധനം ഇരിക്കണം കണ്ട് ഇപ്പം ഇത് വെച്ച ആളെയും കാണിച്ചു തന്നു. ഈ വെച്ച ആള് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ആങ്ങളയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല തെറ്റിപ്പോയി, എൻ്റെ വിഷയം തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. പറഞ്ഞില്ല, അത് അവനാണ് ചെയ്ത് വെച്ചേണെന്ന് പറഞ്ഞു, അവനാണ് ഇതിൻ്റെ ആളെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അകത്ത് കയറി. ഇവർ ഭയങ്കര ഭീകരമാണ്, അവരെ കാണാൻ മേത്തൊക്കെ ഈ ചെലമ്പലിങ്ങനെ പൊങ്ങി വരും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇവനെ വിളിച്ച് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, ഇനി പോയി ചെറിയ തൂമ്പെടുത്തുണ്ടാകാൻ പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇയാൾ എടുത്തുകൊണ്ടാൻ പറഞ്ഞു. എടുത്തുകൊണ്ടെന്ന് കഴിഞ്ഞപ്പം ഞാനൊരു വട്ടം വരച്ചു കൊടുത്ത്, നീ ഇതൊന്ന് ഒരു 3 കൊത്ത് കൊത്തുക, എന്നിട്ട് ആ മണ്ണ് പയ്യെ മാറ്റി, ബാക്കി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പം മടിച്ച് ഇവൻ അപ്പം ഇവനറിയത് കുച്ചിടുന്നത് ഇവനാ, ഇവിടെ ഈ സാധനം ഉണ്ടെന്ന് അവനറിയാം. അപ്പം അവൻ കൊത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആ മണ്ണ് മാറ്റിയിട്ട് ഞാൻ ആ സാധനം എടുത്തു. എടുത്തു കഴിഞ്ഞപ്പം ഇവൻ ചാടി, ഇത് ആര് ചെയ്താലും ഭയങ്കര കഷ്ടമായിപ്പോഴും സാറേ എന്ന് പറഞ്ഞു. ഇവരെത്ര നാളായിന്നറിയോ ഇതിങ്ങനെ വിഷമിക്കണേ, പോകാത്ത സ്ഥലങ്ങളില്ല, കഴിക്കാത്ത മരുന്നുകളില്ല. ഞാൻ പറഞ്ഞ സാരല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളകത്ത് കയറി. ഞാൻ അവർക്ക് വേണ്ടി രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആ സാധനം ഞാൻ പറഞ്ഞു, ഇനി വരത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ മേത്ത് വരും, നിങ്ങൾ എന്ത് ചെയ്താലും അത് വരത്തില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങളിങ്ങനെ പോരുക. പോകുന്ന സമയത്ത് ഇവൻ വണ്ടിയുടെ പുറകിൽ നിന്നുകൊണ്ട് പുറകിൽ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞ്, സാറേ അത് ചെയ്തവനെ വിടരുത്, അവന് തക്ക ശിക്ഷ കൊടുക്കണം, അതുകൊണ്ട് സാറ് പ്രാർത്ഥിക്കണം, അവന് വേണ്ടി അവനെ നശിപ്പിച്ചു കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കോട്ടയം സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ ആ കുറവിലിങ്ങാട് പോയി ചെന്നിട്ട് അവിടെ ഒരു എല്ലുപൊടിയുണ്ട്, അതിനകത്ത് ഇട്ടിട്ടുണ്ട് പോകാൻ. ഞങ്ങൾ പോകുന്ന വഴി കുറവിലിങ്ങാട് പള്ളി കയറി. ഞാൻ പറഞ്ഞ് നമുക്ക് മുട്ടുകുത്താൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു നീ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവനോട് ഞാനൊരു കാര്യം പറയാൻ പോവാ. അതായത് ഇത് ചെയ്ത ഞാൻ അപ്പോഴും അവനാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയും ഇത് ചെയ്തവൻ ആരായാലും ഇപ്പം ഈ നിമിഷം അവൻ ഏത് ഭൂഖണ്ഡത്തിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അവനവിടെ വീഴും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം, ഇയാളെ അതിനകത്ത് കൂടിക്കോളാൻ പറഞ്ഞു. വേഗം അപ്പോൾ ഞാനിങ്ങനെ പല ക്ലാസ്സുകൾ എടുക്കുന്നത് അവൻ കേട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട സാറേ, അങ്ങനെ വേണ്ട, വിട്ടേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ വിട്ടേക്കാം, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ കയറി നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ സാധനം കൊണ്ടുപോയി എല്ലുകുഴിയിലിട്ട് ഞങ്ങളോട് പോന്നു. പോകുന്ന വഴി വന്ന് ഇവനെ ഇറങ്ങോടത്ത് ഇവനെ ഇറക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് അറിഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. ഞാൻ പറഞ്ഞ് ഇത് ചെയ്തവന് അല്ലേ നിനക്കറിയണ്ടേ, ഞാനിപ്പോൾ ഞാൻ പോവാണ്, നീ ഞാൻ മരിച്ചില്ലെങ്കിൽ നിനക്ക് കഷ്ടതകൾ കയറി വരുമ്പം ഞാൻ മരിച്ചില്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്നാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാമെന്ന് പറഞ്ഞു. അവനും പറഞ്ഞു ഞാൻ വണ്ടി വിട്ടു, ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ വിട്ടു പോന്നു. ഇവൻ കുറേ നേരം അവിടെ നിൽപ്പുണ്ടായിരുന്നു അന്താളിച്ച്. ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ വിട്ടു പോരുകയും ചെയ്തു. വൈകുന്നേരമായപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ രാത്രിയായപ്പോൾ എനിക്കൊരു ഫോൺ, സാറിനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഇവൻ എന്നെ ഇത് പറയാൻ വേണ്ടി കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കാണാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഞാൻ രാവിലെ രാവിലെ പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞു. അതിൽ പള്ളിയിൽ പോയി വന്നിട്ട് കണ്ടോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്യാവശ്യം സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ട് ഇപ്പം കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെച്ചു. ഞാൻ പള്ളിയിൽ പോയി തിരിച്ചുകൂടെ വരുമ്പോൾ വീടിൻ്റെ മുമ്പിൽ അവൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവൻ എന്നെക്കാളും വില്ലനാണെന്ന് എനിക്ക് തോന്നി. ഞാൻ നീ എന്നാ തരാം, എനിക്ക് സാറിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ നേരം ഉറങ്ങിയിട്ടില്ല, എനിക്ക് ആ വിഷമമാണ്. ശരി വരാൻ പറഞ്ഞു. വന്ന് ഇരുന്ന് ചോദിച്ചപ്പം അവൻ ചെയ്ത പണിയാണ്, അവനാണത് ചെയ്തു വെച്ചത്. അവന് മനസ്സിലായി. ഞാൻ പറഞ്ഞു നീ ചെയ്തതിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. അന്ന് ഞാൻ മരിച്ചില്ലെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം, ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. അപ്പോൾ അവനതിൻ്റെ ചരിത്രം പറയുക. ഇവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ട് പെങ്ങന്മാർക്ക് ഒരു ആങ്ങളാണുള്ളൂ. അപ്പോൾ അവർ ഭയങ്കര കാര്യമായിട്ടാണ് ഇവരെ കൊണ്ടു നടക്കണം. ഇവനാവശ്യമുള്ള കാശിങ്ങനെ അവർ കൊടുത്തുകൊണ്ടിരിക്കും. ഒരു ദിവസം ഈ വീട്ടിലെ ഈ പെങ്ങളുടെ നിന്ന് കുറച്ച് കാശ് കൂടുതൽ മേടിച്ചു, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മേടിച്ചിട്ട് ഇവർ നിശ്ചയം കൊടുത്തില്ല. അപ്പോൾ പിന്നെ ആവശ്യം വന്നപ്പോൾ ചോദിച്ചപ്പം അവർ പറഞ്ഞാൽ നീ നാൾ മേടിച്ച പൈസ അങ്ങോട്ട് തരാമെന്നല്ല പറഞ്ഞത്, അത് തന്നിട്ട് തരാമെന്ന് പറഞ്ഞു. അവർ തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇവനത് ഫീൽ ചെയ്ത്, ഇവനത് ഭയങ്കര വിഷമമായി. ഇവനത് ഒരു വൈരാഗ്യമായിട്ട് വെച്ചിട്ട് ഇവൻ നേരെ ചെന്ന് തൃശ്ശൂർ പോയി ഒരു മന്ത്രവാദിയെ കണ്ടിട്ട് പറഞ്ഞിങ്ങനെ സംഭവമുണ്ട്. പെങ്ങളാന്നൊന്നും പറഞ്ഞില്ല, തക്കതായൊരു ഇത് കൊടുക്കണം, പൈസയും കൂടുതൽ കൊടുത്ത് ചെയ്ത്. ആ മന്ത്രവാദി ചെയ്ത് കൊടുത്ത പണിയാണ് ഈ പെങ്ങൾക്കും അളിയനും ഇതിങ്ങനെ സംഭവിക്കണത്, മനസ്സിലല്ലേ? അപ്പോൾ സ്വന്തം ചോര തന്നെ ഈ സാധനത്തിന് നമ്മുടെ വീടുകളിൽ കൊണ്ട് വയ്ക്കും. ഇതങ്ങനെ ഒരുപാട് പേര് ചെയ്ത കാര്യങ്ങളുണ്ട്. ഒരു പലചരക്ക് കട, അത് നടത്തിയത് ചേട്ടനാണ് നടത്തിയത്. അവൻ ഇവർ ഷെയറായിരുന്നു. പക്ഷേ അനിയൻ്റെ ഭാര്യ ചൂടാക്കി, നിങ്ങൾക്ക് ഇതിങ്ങനെ നടന്നിട്ട് നിങ്ങൾക്ക് അവസാനമൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഈ ചേട്ടനെ ഇല്ലാണ്ടാക്കിയാലേ അനിയനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ പാവത്തിന്
ഈ സാധനം വെച്ച് ഇയാൾ നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന്, അന്ന് ഞാൻ ഇടുക്കിയിൽ തോപ്രാംകുടിയിൽ ധ്യാനിപ്പിക്കുന്ന സമയമാണ്. എൻ്റെ അടുത്ത് വന്നു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇപ്പം ഈ സാധനം കൊണ്ട് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, കാരൻ്റെ ഇയാൾ കടയിൽ ചെല്ലുക. കടയിൽ ചെന്നിട്ട് ഇന്ന സ്ഥലത്തൊരു സാധനം ഇരിപ്പുണ്ട്, അത് പൊട്ടിക്കുകയൊന്നും ചെയ്യരുത്, അനിയൻ അറിയാതെ ആ സാധനം എടുത്തിട്ടുണ്ട് പോരെ പറഞ്ഞു. അയാൾ പോയി ചെന്നപ്പോൾ ഈ സാധനം പിന്നെ ഒരു സാധനത്തിൻ്റെ ഇടയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതെടുത്തുകൊണ്ട് വന്ന് അത് ഒഴിവാക്കി. അപ്പോൾ ആ കട വീണ്ടും ഇയാൾക്ക് കിട്ടി. പിന്നെ ഇവർ രണ്ടുപേരും കൂടി, അനിയനെ ഞാൻ വിളിപ്പിച്ചു പറഞ്ഞു കഴിയുമ്പം അവർ രണ്ടുപേരും കൂടി കട ഇപ്പോൾ സുഖമായിട്ട് കട നടത്തിക്കൊണ്ടിരിക്കുക രണ്ടുപേരും കൂടി. അതിന് കൂടോത്രത്തിന് ഭയങ്കര ശക്തിയാണ്, മനസ്സിലായില്ലേ? അത് ആര് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്കത് ഇരിപ്പാണ്, ഒരു നിധിയാണത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ നശിച്ചു പോകാനായിട്ട് അതിനേക്കാൾ വലിയൊരു കാര്യം ഇല്ല, മനസ്സിലായില്ലേ? ഇത് ഇനിയും ഒത്തിരി ഇതിനകത്ത് പറയാനുണ്ട്, പക്ഷെ ഞാനതൊന്നും പറയുന്നില്ല, നമുക്ക് നേരമില്ല. ഇനി ഉള്ളത് മന്ത്രവാദമാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം, മന്ത്രവാദവും കൂടോത്രവും തമ്മിലുള്ള വ്യത്യാസം. മന്ത്രവാദത്തിന് ഈ വക പൂജകർമ്മങ്ങളൊന്നുമില്ല. മന്ത്രവാദത്തിന് തകടോ പല്ലോ നഖോ അങ്ങനെയൊന്നും മന്ത്രവാദത്തിന് ഉപയോഗിക്കത്തില്ല. മന്ത്രവാദം ചെയ്യണമെങ്കിൽ നമ്മൾ ചെന്ന് അവരുടെ പേരൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പേര് പറഞ്ഞു കൊടുത്ത് അവരാ സാധനം ചെയ്തു തരും, ചെയ്യും. അത് നമുക്കൊന്നും തരില്ല. നമ്മുടെ കയ്യിൽ ഒരു സാധനം നമുക്കത് കൊണ്ട് വയ്ക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. അത് അവർ ചെയ്തോളും. അവർ ചെയ്താൽ കൃത്യമായിട്ട് ഇവൻ്റെ അടുത്തേക്ക് ആ സാധനം വന്നിരിക്കും. അതും ഇതേപോലെ തന്നെ വലിയ കഷ്ടപ്പാടാണ്. അത് തകർന്ന് തരിപ്പണായി പോകും. ഈ മന്ത്രവാദം ചെയ്ത് കഴിഞ്ഞാൽ തരിപ്പണായി പോകുന്നത് ആ വ്യക്തി. എത്ര നല്ല ജോലിയുള്ള മനുഷ്യരുണ്ടെന്നറിയോ, അവരെല്ലാം ഈ സാധനം വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്യപാനികൾ, അവരെയും ഈ കൂടോത്രം ചെയ്ത് ഈ മന്ത്രവാദം ചെയ്ത് അവരെയും നശിപ്പിക്കും. അങ്ങനെ മദ്യത്തിലേക്ക് മാറും, മനസ്സിലായില്ല? കുടുംബത്തിൽ നിന്നും ബഹളമായിരിക്കും. മന്ത്രവാദം ചെയ്ത് വിട്ട് ആ കുടുംബത്തിൽ എന്നും ബഹളമായിരിക്കും. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഒരു പൈശാചിക ശക്തിയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കി കളയാം. അതുകൊണ്ട് നിങ്ങളത് എന്നെ ഇത് ശ്രവിക്കുന്ന നിങ്ങളൊരു കാര്യം ആലോചിക്കാം. പിന്നെ നമുക്ക് പലരും പറയും നിങ്ങളുടെ വീട്ടിൽ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തകർച്ചകളും രോഗങ്ങളും കടബാധ്യതയും ഒക്കെ ഇങ്ങനെ വന്നെ. സത്യത്തിൽ അത് അവരറിയാതെ പറഞ്ഞു പോകുന്നതാണ്. എന്നിട്ട് പറയും, അപ്പോൾ ഇവർ ഈ പാവങ്ങളിലേക്കും അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. എന്ത് പ്രാർത്ഥിക്കണം? ഇവരെന്താ പ്രാർത്ഥിക്കണേ? അപ്പോൾ അവരെന്നിട്ട് കുറേ പുസ്തകങ്ങൾ മേടിച്ച് കൊടുക്കും പ്രാർത്ഥിക്കാൻ, ബന്ധന പ്രാർത്ഥനയ്ക്കുള്ള സംവിധാനങ്ങൾ കൊടുക്കും. ഇത് പോയി ബന്ധന പ്രാർത്ഥനയെല്ലാം പറയും. ഈ പാവങ്ങൾ വന്നിരുന്നിട്ട് ബന്ധന പ്രാർത്ഥനയിലാണ്, ഇവരൊന്നും തൊടാൻ പറ്റത്തില്ല. അത് അവർ വെറുതെ പറഞ്ഞു വിടുന്ന, അവരുടെ അടുത്ത് വന്നതിന് ബദലായിട്ട് ഒരു സംവിധാനം ചെയ്ത് അവർ പറഞ്ഞു വിടണ, നിങ്ങളുടെ വീട്ടിൽ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ, ഈ മന്ത്രവാദവും കൂടോത്രവും നമ്മുടെ വീടുകളിൽ നമ്മൾ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലർ തന്നെ പോയി അവൻ്റെ വീട്ടിൽ സംരക്ഷണത്തിന് വേണ്ടി ചെയ്തു വയ്ക്കും. അതും ആ കുടുംബം നശിച്ചു പോകും. ഒരിക്കൽ ഇടുക്കിയിലൊരു വീട്ടിൽ ചെന്ന് അവരിതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്ന, വണ്ടി, ജീപ്പ് എല്ലാം ഉണ്ടായിരുന്ന, ലോറി ജീപ്പൊക്കെ ഉണ്ടായിരുന്ന, ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്ന. പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ട് അവസാനം കിടക്കുന്ന ഒരു 10-15 സെൻറ്റ് സ്ഥലം മാത്രമായി നശിച്ചുപോയി, എല്ലാം നശിച്ചുപോയി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഇവരെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഈ സാധനം ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളത്. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഏറ്റവും അയാൾ മരിച്ചുപോയി. ഈ വീടിൻ്റെ ഉടമസ്ഥൻ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്ത്. പിന്നെ മകനാണ്, 2 ആൺമക്കളും 2 പെൺകുട്ടികളാണ്.
കല്യാണം നടത്തില്ല കല്യാണം നടന്നിട്ടില്ല, നടത്താൻ പൈസയില്ല, എല്ലാം നശിച്ചുപോയി. ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറിയപ്പം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കണ്ണാടി ഇരിപ്പുണ്ട്, ഒരു തലചീകണ കണ്ണാടി. ആ കണ്ണാടിയുടെ പുറകിൽ ഒരു തകിട് കയറ്റി വെച്ചേക്കുക. ആരാന്നറിയോ? ഈ മനുഷ്യൻ്റെ കൂട്ടുകാരനാണ്. ഈ വീട്ടിൽ എപ്പോഴും കയറി വരാൻ ലൈസൻസ് ഉള്ള ഒരു കൂട്ടുകാരൻ. അവനാണ് ഇത് ചെയ്തു വെച്ചത്. നശിച്ചു. അവൻ ഇതിനകത്തൊരു 3/4 ഭാഗം അവൻ തന്നെ സ്വന്തമാക്കി. അവൻ സ്വന്തമാക്കിയത്. അപ്പം ഞാൻ അയാളെ ചെയ്തതെന്നും ഞാൻ പറയത്തില്ല, നമുക്കത് പറയാൻ പാടില്ല ഇന്നാളെ ചെയ്തതെന്ന്. അച്ഛനോട് പിന്നെ അച്ഛന് ഒരു ചോദിച്ചതിന് ഞാനങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു ഇന്ന ആളാരാന്ന് ചോദിച്ചു. പറഞ്ഞു ചാച്ചൻ്റെ കൂട്ടുകാരനാണ്, ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിച്ചു. എപ്പോഴും വരാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം പുള്ളിയുടെ നില എങ്ങനെയാണ്? പുള്ളിയൊക്കെ നല്ലതായിട്ട് കയറിപ്പോയി. നമ്മുടെ സ്ഥലത്തിൽ 3/4 ഭാഗവും പുള്ളിയെ മേടിച്ചത് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്, അപ്പം തന്നെ നമ്മൾ ഇരുത്താൻ അവൻ വെച്ചാന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ പറഞ്ഞ കണ്ണാടി കൊണ്ട് ഊരാൻ പറഞ്ഞു ഭിത്തിയെന്ന്. ആ കണ്ണാടി ഊരി എടുത്തു. കത്തി എടുക്കാൻ പറഞ്ഞു. കത്തി എടുത്ത് ഞാനത് പുറവശം പൊളിച്ചപ്പം ഈ സാധനം ഞാൻ എടുത്തു, ഞാൻ കൊണ്ടുപോകുന്നു. അതിനുശേഷമാണ് അവർക്ക് ആ മക്കളുടെ ആ 2 പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു. ഒരു ജീപ്പ് മേടിച്ചു. അവൻ നല്ല മിടുക്കനായി. ആ മക്കൾ 2 പേരും നല്ല മിടുക്കന്മാരായി. ഇടയ്ക്ക് ഞാൻ അറിഞ്ഞത് അവർ സ്ഥലങ്ങൾ കുറേ മേടിച്ചു. പൈസയ്ക്ക് ഒരുപാട് നല്ല വരുമാനം കിട്ടി. അവർക്ക് വണ്ടി മേടിച്ചു, ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ നല്ല പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. ഈ സാധനം നമ്മുടെ വീടുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ ഇപ്പം പത്രത്തിലുണ്ടായിരുന്ന ഒരു പുള്ളി കൂടോത്രം കൊണ്ട് കുഴിച്ചിടും. ആൾക്കാരെ കൊണ്ട് കുഴിച്ചിടിച്ചിട്ട് ഇയാൾ പോയി തിരഞ്ഞെടുക്കും. ഭയങ്കര പൈസയാണ്. അതങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പുള്ളി അത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര പൈസ കിട്ടും, പൈസ മേടിക്കും അവൻ. ഞാൻ കഴിഞ്ഞ ചാത്തസേവയുടെ അതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് 1 രൂപ നമ്മൾ പ്രതിഫലം മേടിച്ചാൽ അത് തെറ്റാണ്. അവനറിയത്തില്ല. ഒന്നാമത് ഇത് അറിയത്തില്ല ആർക്കും. 10 നയാ പൈസ പ്രതിഫലം മേടിക്കാൻ പാടില്ല. മനസ്സിലായോ? ഒരു പൈശാചിക ശക്തിയെ തൊടണമെങ്കിൽ ഈ പണവും ഈ ശക്തി ഈ പൈശാചികമാണ് പണവും. അതിൽ ദൈവത്തിന് മാമോനെ ഒന്നിച്ച് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പണത്തിലേക്ക് കയറി ഇവരെന്തെങ്കിലും ചെയ്താൽ അത് നഷ്ടപ്പെട്ടു. അത് ചെയ്യത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊന്നും അറിയത്തില്ല. അവരിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോ പരണി ഉണ്ടാക്കിയിട്ട് ഇത് എവിടെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഭയങ്കര പേരാ. അയാളിങ്ങനെ ആ സാധനം എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സാധനം എടുത്ത് എന്ന്, പക്ഷേ എടുത്തതിന് ഞങ്ങൾ ഇത്ര കൊടുത്തെന്ന് പറയത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അതങ്ങനെ ഒരു പബ്ലിസിറ്റി ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, ഇതാരോടും പറയരുത്, ഇതാരോടും പറയണ്ട. എനിക്ക് അവരുടെ പൈസയും വേണ്ട. ഞാൻ എൻ്റെ കയ്യിലെ കാശ് കൊണ്ടാണ് വണ്ടിക്കൂലി കൊടുത്തിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോണേ. അങ്ങനെ പൈസയും വേണ്ട, നിങ്ങളുടെ പബ്ലിസിറ്റി എനിക്ക് വേണ്ട, ആരോടും പറയുകയും വേണ്ട. പക്ഷെ ചിലവർ ഇതെടുത്തിട്ട് നശിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് തോപ്പറംകുടിയിൽ ഇങ്ങനെ ധ്യാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യാഴാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു പയ്യൻ വന്നു. എനിക്കറിയാവുന്ന എന്നോട് പറഞ്ഞു, സാറേ എന്നുമാരെ എൻ്റെ 3 ഏക്കറോ 4 ഏക്കറോ സ്ഥലമുണ്ട്, അതൊന്ന് വിൽക്കണം. അത് വിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ നീ വിൽക്കണമെന്നാണെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു അത് വിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കടമുണ്ട്, അതുകൊണ്ട് അത് വിറ്റേ പറ്റുള്ളൂ, വിറ്റില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ആത്മഹത്യ ചെയ്യണം, അങ്ങനെയാണ് പോനെയാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ കാലത്തെ ക്ലാസ് കഴിയുമ്പോൾ നീ വണ്ടിയൊക്കെ ഏർപ്പാടാക്ക്, ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അവനും
വേറെ ആളുകൂടി ഉണ്ട്. ഞങ്ങൾ അത് അവൻ്റെ സ്വന്തമാണ്. ഞങ്ങൾ 3 പേരോടി ജീപ്പിൽ പോവാണ്. അവിടെ ചെന്ന് ഞാൻ ചെന്ന് കയറി നോക്കി. ഞാൻ പോണേക്കാളും മുമ്പ് ഇവൻ പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല സാറേ, എങ്ങനെയും രക്ഷപ്പെടുത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നീ ചെല്ലുക, നീ മുട്ടുത്താൻ പറഞ്ഞു. മുട്ടുത്തി ഞാൻ പ്രാർത്ഥിച്ചപ്പം ഈ സാധനം എവിടെ ഇരിക്കണമെന്ന് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ചെന്നിട്ട് വീടിൻ്റെ ഇന്ന വശത്തെ മൂലക്കയിൽ നിൻ്റെ കാലുകൊണ്ട് ഇത്ര അടി അളക്കാം, അളന്നിട്ട് അവിടെ ഒരു വര വരയ്ക്കാം. ആ വരയുടെ പുറത്തുനിന്ന് പയ്യെ നീ മാന്ത് ചെല്ലുമ്പം അവിടെ ഒരു സാധനം കുഴിച്ചിട്ടുണ്ടാവും. നീ അത് എടുക്കരുത്, നീ ആ മണ്ണൊക്കെ മാറ്റി വയ്ക്കുക, അപ്പോഴത്തേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മണ്ണ് ചെന്നപ്പോൾ അവന് ചെന്ന് കുഴിച്ച് കഴിയുമ്പോൾ ഈ സാധനം പൊട്ടിപ്പോയി. അപ്പോൾ ഈ പൊട്ടൽ കൊണ്ടാണ് അവിടെ ഇവന് പേടിയായി. ദൈവം വിളിച്ച് പറഞ്ഞ് സാധനം ഇരിപ്പുണ്ട്, അത് പൊട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വണ്ടി വിളിച്ച് ഞാനും വേറൊരാളും കൂടി അവിടെ ചെന്നപ്പം ഈ സാധനം അവിടെ കുഴിച്ചിട്ടേക്കുക. ഇവൻ മാന്തിപ്പാണ്ട് പൊട്ടിയതാണ്. ഞാൻ പിന്നെ അതിനെ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഈ സ്ഥലം വിൽക്കണ്ട, നിനക്ക് അത്രയും വലിയ കടമാണെങ്കിൽ 1 ഏക്കർ വിൽക്ക്, 1 ഏക്കർ വിറ്റ് കടം വീട്ട്. നല്ല വില കിട്ടുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇവൻ പെട്ട വിലയ്ക്ക് ആ സാധനം മൊത്തം കൊടുത്തു. എന്നോട് കാല് പിടിച്ച് പറഞ്ഞു, നീ വിൽക്കരുത്, മൊത്തം വിൽക്കരുത്, നിനക്ക് ഇതിനകത്ത് രക്ഷപ്പെടാം, ഇപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവൻ അതെല്ലാം വിറ്റ് നശിപ്പിച്ചു. ആ കാശ് കൊണ്ട് ഒരു ചെറിയ 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും മേടിച്ചു, നാട്ടിൽ അങ്ങോട്ട് വന്നു. അതുകൂടി അവൻ്റെ അടപ്പ് കളയി. അവനത് വിൽക്കാതിരുന്നവയായിരുന്നു. അപ്പോൾ ചിലവരൊരു പിടിവാശിയുണ്ട്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്തു കൊടുത്തു കഴിയുമ്പം അവർക്കത് രക്ഷപ്പെടാനുള്ള സാഹചര്യം അവർ നഷ്ടപ്പെടുത്തി കളയും. അതാണ് ഈ കൂടോത്രത്തിന് അങ്ങനത്തെ ഒരുപാട് ശക്തികളുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു മാസം ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുത്ത് ഈ സാധനം എടുപ്പിക്കരുത്. എടുക്കാൻ പറ്റത്തില്ല. ഇത് ഇവർ പിന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് അവർ തന്നെ എടുക്കുന്ന സാധനമാണ്. അല്ലാണ്ട് അവർക്ക് ഇതിനെ തൊടാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അവനൊക്കെ തൊട്ടാൽ അവൻ തട്ടിക്കളയും, എന്നിട്ടാണ് പോയി എടുക്കണേ. അപ്പോൾ അത് തെറ്റാത്, അത് ശരിയല്ല. അപ്പോൾ ഈ നിങ്ങൾ ആണെങ്കിൽ പോലും ഒരാൾക്ക് വേണ്ടിയിട്ട് എതിരെ ചെയ്യാനോ നിങ്ങളുടെ വീടിൻ്റെ സംരക്ഷണത്തിന് പോയി കണ്ട ഇല്ലാത്ത വിശ്വാസികളെ കൊണ്ട് മേടിച്ച് വയ്ക്കാനോ ചെയ്യരുത്. അതുപോലെ ഒരാൾക്കും എതിരെ പോയി ഒരു മന്ത്രവാദം ചെയ്യാനോ കൂടോത്രം ചെയ്യാനോ പോകരുത്. രണ്ടും പൈശാചികമാണ്. അത് നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ ഇരട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും. അതുകൊണ്ട് അതിനകത്തേക്ക് ഈ രണ്ടിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. ഇപ്പം നിങ്ങളോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അത് മോശമായിപ്പോവും. ബന്ധന പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോൾ അത് പോകത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, ഏത് ആപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ ആ ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ല ഒരു കാര്യമാണത്. വേറെ എങ്ങും പോകരുത്. ഈശോയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുക. അത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ പോയി ആ കർത്താവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഇരിക്കുക. 1 മണിക്കൂർ ഇരിക്കുക, പ്രാർത്ഥിക്കുക. ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. അപ്പോൾ അത് ഒരു ചടങ്ങായിട്ടാണ് പോവുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുക. പക്ഷേ അന്നേരം അവിടെ ഇരുന്നാലുള്ള ഗതി വെച്ച് കഴിഞ്ഞാൽ പലതിനും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് പള്ളിയിൽ പോയിരിക്കുക. ആ ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് ഒന്നും പറയണ്ട, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ മൗനമായിട്ട് നിങ്ങളുടെ കഥ കടയ്ക്കുക, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളുടെ കഥ കടയ്ക്കുക. എന്നിട്ട് ഈശോയുടെ മുമ്പിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക. അപ്പോൾ ഈശോ അത് നമ്മുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഈശോ ചെയ്തു തരും.
അല്ലാതെ പകരത്തിന് പകരം വയ്ക്കാനോ ഇതിന് തട വയ്ക്കാനോ നിങ്ങൾ പോകരുത്. വളരെ നടക്കില്ല. ഇതിനെ ഈ മന്ത്രവാദത്തിന് ഒരു സാധനം വയ്ക്കണ്ട. മന്ത്രവാദത്തിന് ആ മന്ത്രവാദി തന്നെ ചെയ്ത് വിടും. എന്ന് പറഞ്ഞു വിട്ടേക്കും. അവൻ കൃത്യമായിട്ട് അവരുടെ അടുത്ത് വന്ന് ചെന്ന് കയറിക്കോളൂ. ഈ മന്ത്രവാദിക്ക് ഒരിക്കലും ഈ സാധനത്തിന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരു മന്ത്രവാദിക്കും അവർ ചെയ്ത കർമ്മം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ചെയ്തത് തന്നെ. അതുകൊണ്ട് ഞാനിതിനെ ഇനി കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഞാൻ ഇത് ഞാൻ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇനി ഈ 2 കൂടോത്രം മന്ത്രവാദമാണ്, അതേക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന നിങ്ങൾക്ക് ഇതിനകത്ത് കേട്ടിട്ട് ശരിയെന്ന് തോന്നിയാൽ നിങ്ങളത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്വീകാര്യമല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശോ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.